വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. ഇന്ന് നമുക്ക് ക്ലാസ് 8 ചാപ്റ്റർ 4 മെറ്റീരിയൽസ്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിലെ നെക്സ്റ്റ് സെക്ഷൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിൽ പഠിക്കാനുള്ളത് റിയാക്ഷൻ വിത്ത് ഓക്സിജൻ, റിയാക്ഷൻ വിത്ത് വാട്ടർ, റിയാക്ഷൻ വിത്ത് ആസിഡ്സ്, റിയാക്ഷൻ വിത്ത് ബേസസ്, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് റിയാക്ഷൻ വിത്ത് ഓക്സിജൻ നോക്കാം. ഇവിടെ ടെക്സ്റ്റ് 2 ഇക്വേഷൻസ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതൊന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് മെറ്റൽസ് എങ്ങനെയാണ് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അയേണാണ് എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കേസിൽ അയേൺ പ്ലസ് ഓക്സിജൻ പ്ലസ് വാട്ടർ. ഇത് ഫോർമേഷൻ ഓഫ് റസ്റ്റിൻ്റെ ഒരു കേസാണ്. അയൺ ഓക്സിജൻ്റെയും വാട്ടറിൻ്റെയും പ്രസൻസിൽ അയൺ ഓക്സൈഡായി മാറുന്നത്. സെക്കൻഡ് വൺ മെഗ്നീഷ്യവും ഓക്സിജനും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബേണിംഗ് ഓഫ് മെഗ്നീഷ്യം ഗീവ്സ് മെഗ്നീഷ്യം ഓക്സൈഡ്. അപ്പോൾ ഇതിലും മെഗ്നീഷ്യം ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് മെഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നൊരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ 2 കേസിലും ഓക്സൈഡ്സാണ് ഫോം ചെയ്യുന്നത്. ഈ 2 എക്സാമ്പിൾസിൻ്റെയും ബേസിസിൽ ഒരു ആക്ടിവിറ്റി പറയുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 4.3 പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞു അയേൺ പ്ലസ് ഓക്സിജൻ പ്ലസ് വാട്ടർ അത് റസ്റ്റ് ഫോം ചെയ്യുന്നുള്ളത്. അതിലുള്ള വെരി സ്മോൾ എമൗണ്ട് ഓഫ് റസ്റ്റ് എടുത്തിട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യാം. ഈ ആക്ടിവിറ്റി എന്തിനാണ് ചെയ്യുന്നത്? ടു നേച്ചർ ഓഫ് റസ്റ്റിൻ്റെ നേച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യുന്നത്. നേച്ചർ എന്ന് പറഞ്ഞാൽ റസ്റ്റ് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ആക്ടിവിറ്റിയാണിത്. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? സ്പൂൺ ഫുൾ ഓഫ് റസ്റ്റ് എടുക്കുക, എന്നിട്ട് സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ ആഡ് ചെയ്യുക, എന്നിട്ടൊരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുകയാണ് വേണ്ടത്. നമുക്കറിയാം റസ്റ്റ് പാർട്ടിക്കിൾസ് ഈ വാട്ടറിൽ ഇങ്ങനെ സസ്പെൻഡഡ് ആയിട്ട് കിടക്കുകയാണ് ചെയ്യുക. നന്നായി ഷെയ്ക്ക് ചെയ്യുക, എന്നിട്ട് ആ സൊല്യൂഷൻ്റെ ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്യാനാണ് പറയുന്നത്. റെഡ് ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്ത് നോക്കാം, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്ത് നോക്കാം. കാണുന്ന ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആവും, ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ഇതൊന്നും എന്ത് മനസ്സിലാവും? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ലിറ്റ്മസ് പേപ്പർ ഒരു സബ്സ്റ്റൻസ് ആസിഡിക് ആണോ ബേസിക് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആവുന്നുണ്ടെങ്കിൽ ആ സബ്സ്റ്റൻസ് ആസിഡാണ്. റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആവുന്നുണ്ടെങ്കിൽ സബ്സ്റ്റൻസ് ബേസിക് ആണ്. ഇവിടെ റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ റസ്റ്റ് എന്ന് പറയുന്നത് ബേസിക് സബ്സ്റ്റൻസ് ആണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ടിവിറ്റി ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ആ സെക്കൻഡ് ഇക്വേഷൻ മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ എന്നുള്ള ഇക്വേഷൻ്റെ ഒരു ഫർദർ റിയാക്ഷൻ കൂടി ഇവിടെ പറയുന്നുണ്ട്. ഈ ഒരു ഏരിയയിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ബേണിംഗ് ഓഫ് മെഗ്നീഷ്യം റിബൺ. മെഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുക. മെഗ്നീഷ്യം ബേൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആഷ് മെഗ്നീഷ്യം ഓക്സൈഡാണ്. ആ മെഗ്നീഷ്യം ഓക്സൈഡ് എടുത്തിട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ തന്നെ ബ്ലൂ ലിറ്റ്മസ് പേപ്പറും റെഡ് ലിറ്റ്മസ് പേപ്പറും വെച്ചിട്ട് ഇത് അസിഡിക് സൊല്യൂഷനാണോ ബേസിക് സൊല്യൂഷനാണോ എന്ന് മനസ്സിലാക്കാനാണ് പറയുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് റെഡ് ലിറ്റ്മസ് ബ്ലൂ ആവുകയാണ് ചെയ്യുന്നത്, അതായത് ബേസിക് സൊല്യൂഷനാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും മെഗ്നീഷ്യത്തിൻ്റെ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ബേസിക് ആണ്. നേരത്തെ നമ്മൾ ചെയ്ത റസ്റ്റിൻ്റെ നമുക്ക് മനസ്സിലാവും അയേണിൻ്റെ ഓക്സൈഡ് എന്ന് പറയുന്നത് ബേസിക് ആണ്. അപ്പോൾ ഈ 2 എക്സാമ്പിൾസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അയേൺ ഒരു മെറ്റലാണ്, മെറ്റലിൻ്റെ ഓക്സൈഡ് അല്ലെങ്കിൽ മെഗ്നീഷ്യം ഒരു മെറ്റലാണ്, ആ മെറ്റലിൻ്റെ ഓക്സൈഡ് മെറ്റൽ ഓക്സൈഡ്സ് അല്ലെങ്കിൽ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. അതായത് അവർ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് മെറ്റാലിക് ഓക്സൈഡ്സ് ബേസിക് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ആക്ടിവിറ്റീസ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ വേറൊരു എക്സാമ്പിളും കൂടി കൊടുത്തിട്ടുണ്ട് ഒരു യെല്ലോ ബോക്സിൽ. അതെന്താണെന്ന് നോക്കാം. ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ കാണാറുണ്ട് കോപ്പർ വെസൽസിൻ്റെ മുകളിലേക്ക് ഒരു ഗ്രീൻ കളർ കോട്ടിംഗ് വരുന്നത്. കുറേ കാലമായി ഉപയോഗിക്കാതെ കിടക്കുന്ന കോപ്പർ വെസൽസിലൊക്കെ ഗ്രീൻ കോട്ടിങ് കാണാം. അതെന്തുകൊണ്ടാണെന്നാണ് ഈ യെല്ലോ ബോക്സിൽ പറയുന്നത്. ഇതിൽ പറയുന്നത് ആ ഗ്രീൻ കോട്ടിങ് ഉണ്ടാവാൻ കാരണം ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും. കോപ്പർ പ്ലസ് H2O പറഞ്ഞാൽ വാട്ടറാണ്, CO2 കാർബൺ ഡൈ ഓക്സൈഡാണ്, O2 എന്ന് പറഞ്ഞാൽ ഓക്സിജനാണ്.
H2O, CO2, O2 ഇതെല്ലാം കൂടി മോയിസ്റ്റ് എയറിൽ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ കോപ്പറിനെ കുറേ കാലം എയറിനോട് എക്സ്പോസായി വെച്ച് യൂസ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ അതിന് ഗ്രീൻ കളർ വരാൻ കാരണം അവിടെ ഒരു സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ട്. കോപ്പർ ഹൈഡ്രോക്സൈഡ്, CuOH ട്വൈസ് എന്ന് പറഞ്ഞാൽ കോപ്പർ ഹൈഡ്രോക്സൈഡാണ്. ദെൻ CuCO3 കോപ്പർ കാർബണേറ്റ്. കോപ്പർ ഹൈഡ്രോക്സൈഡും കോപ്പർ കാർബണേറ്റും അവിടെ ഫോം ചെയ്യുന്നതുകൊണ്ടാണ് ആ ഗ്രീൻ കളർ കോട്ടിംഗ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു തരത്തിലുള്ള റസ്റ്റിംഗ് തന്നെയാണ് അല്ലേ? ഗ്രീൻ കളർ കോട്ടിംഗ് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് റസ്റ്റിംഗ് ആണ്. അപ്പോൾ എന്താണ് പറയുന്നത്? കോപ്പർ മെറ്റീരിയൽസ് മോയിസ്റ്റ് എയറുമായിട്ട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊരു ഗ്രീൻ കോട്ടിംഗ് കാണാം. ഈ ഗ്രീൻ കോട്ടിംഗ് ഉണ്ടാകുന്നത് കോപ്പർ ഹൈഡ്രോക്സൈഡിൻ്റെയും കോപ്പർ കാർബണേറ്റിൻ്റെയും ഒരു മിക്സ്ചർ അവിടെ ഫോം ചെയ്യുന്നതുകൊണ്ടാണ്. അതുപോലെ നമ്മൾ സിൽവർ മെറ്റീരിയൽസിൽ ബ്ലാക്ക് കളർ കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം തന്നെ എ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഫോർമേഷനാണ്. എക്സ്പോസ് ടു എയർ, എയറായിട്ട് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം കൊണ്ടാണ് സിൽവറിൽ ബ്ലാക്ക് കളർ വരുന്നത്, കോപ്പറിൽ ഗ്രീൻ കളർ വരുന്നത്. ഇനി നമുക്ക് നോൺ മെറ്റൽസ് എങ്ങനെയാണ് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യാൻ നോക്കാം. ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് നോൺ മെറ്റൽസിൻ്റെ റിയാക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സൾഫർ ഒരു നോൺ മെറ്റലാണ്. സൾഫറിനെ ബേൺ ചെയ്യാനാണ് പറയുന്നത്. കുറച്ച് സൾഫർ എടുത്തിട്ട് അതിനെ കത്തിക്കുക. ഇതാ ഇവിടെ ഒരു ഇങ്ങനെ ഒരു സ്പാച്ചുല പോലെയുള്ള ഒരു ഇതിൽ സൾഫർ എടുക്കുക. എന്നിട്ട് അത് കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്യൂംസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? അതിനെ നമ്മൾ കത്തിച്ച ഉടനെ തന്നെ ഒരു ടംബ്ലറിലേക്ക് ഇട്ടിട്ട് അത് അടച്ചു വെക്കാനാണ് പറയുന്നത്. ആ ഫോം ചെയ്യുന്ന ഗ്യാസിനെ പുറത്തേക്ക് വിടാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മെല്ലെ അതൊന്ന് ആ സ്പൂൺ റിമൂവ് ചെയ്യുക. എന്നിട്ട് കുറച്ച് വാട്ടർ അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യണത്? സ്മോൾ എമൗണ്ട് ഓഫ് സൾഫർ എടുക്കുക, അത് ഹീറ്റ് ചെയ്യുക. എന്നിട്ട് അതൊരു ഗ്ലാസ് ടംബ്ലറിലാക്കിയിട്ട് അതിലെ ഫ്യൂംസ് പുറത്തേക്ക് പോവാതെ, ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പുറത്തേക്ക് പോവാതെ അടച്ചു വയ്ക്കുക. സ്പൂൺ മെല്ലെ റിമൂവ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്യുക. എന്നിട്ട് ആ ടംബ്ലർ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്യുമ്പം സൾഫർ ഫോം ചെയ്ത ഗ്യാസും വാട്ടറും കൂടി അവിടെ ഒരു സൊല്യൂഷൻ ഫോം ചെയ്യും. എന്നിട്ട് അതിൻ്റെ നേച്ചർ ടെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിറ്റ്മസ് പേപ്പേഴ്സ് വെച്ചിട്ട്. ഇവിടെ കാണുന്നത് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് മനസ്സിലാവും? ഫോം ചെയ്ത സബ്സ്റ്റൻസ് ഒരു എസിഡിക് സബ്സ്റ്റൻസ് ആണ്. അതുകൊണ്ടാണ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡായി മാറുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നോൺ മെറ്റലായ സൾഫറിന് നമ്മൾ കത്തിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഫോം ചെയ്തത് സൾഫർ ഡൈ ഓക്സൈഡാണ്. സൾഫർ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തു. അങ്ങനെ ഫോം ചെയ്ത സൊല്യൂഷൻ എസിഡിക് ആണ്. ആ സൊല്യൂഷന് പറയുക സൾഫറസ് ആസിഡ് എന്നാണ്. ഇവിടെ സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൾഫർ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നത് സൾഫർ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സൾഫർ ഡൈ ഓക്സൈഡ് SO2 ഫോം ചെയ്യും. അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്തപ്പോൾ സൾഫറസ് ആസിഡാണ് ഫോം ചെയ്തത്. ഈ സൾഫറസ് ആസിഡിലേക്ക് ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്തപ്പോൾ അത് ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതൊന്ന് നമുക്ക് മനസ്സിലാവും. ഓക്സൈഡ്സ് ഓഫ് നോൺ മെറ്റൽസ് ആർ അസിഡിക് ഇൻ നേച്ചർ. അപ്പോൾ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ അസിഡിക് ഇൻ നേച്ചർ എന്നുള്ളത് ഈ ഒരു ആക്ടിവിറ്റിയോടുകൂടി നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ നമ്മൾ ലിറ്റ്മസ് പേപ്പർ വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ മെഗ്നീഷ്യവും അയേണും റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുകയാണ് ചെയ്തത്. അത് രണ്ടും മെറ്റൽസ് ആയിരുന്നു. സോ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. ഇവിടെ നോൺ മെറ്റലാണ് സൾഫർ. അപ്പോൾ ഇവിടെ ബ്ലൂ ലിറ്റ്മസ് റെഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ അസിഡിക് ഇൻ നേച്ചർ. ഇതാണ് റിയാക്ഷൻ വിത്ത് ഓക്സിജനിൽ പഠിക്കാനുള്ളത്. മെറ്റൽസും നോൺ മെറ്റൽസും ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്താൽ ഓക്സൈഡ്സ് ഫോം ചെയ്യും. പക്ഷേ ആ ഓക്സൈഡ്സിൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ട്. മെറ്റലിൽ നിന്നുണ്ടാകുന്ന ഓക്സൈഡ് അല്ലെങ്കിൽ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ ആൻഡ് നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ അസിഡിക് ഇൻ നേച്ചർ. നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിൽ പഠിച്ചത് 5 കെമിക്കൽ പ്രോപ്പർട്ടീസാണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. റിയാക്ഷൻ വിത്ത് ഓക്സിജനിൽ നമ്മൾ പഠിച്ചു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം ഓക്സൈഡ്സ്. അതിൽ ഫസ്റ്റ് കേസായിരുന്നു അയേൺ പ്ലസ് ഓക്സിജൻ പ്ലസ് വാട്ടർ ഗീവ്സ് അയൺ ഓക്സൈഡ്. അത് റെസ്റ്റാണ്. സെക്കൻഡ് വൺ
ഗ്രീൻ കളർ ഓഫ് കോപ്പർ ഫോം ചെയ്യുന്നതിനെ പറ്റി നമ്മൾ പഠിച്ചു. റിയാക്ഷന് കോപ്പർ പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ഓക്സിജൻ. അതിൽ ഗ്രീൻ കോട്ടിംഗ് ഓൺ കോപ്പർ ഉണ്ടാകാൻ കാരണം കോപ്പർ ഹൈഡ്രോക്സൈഡും കോപ്പർ കാർബണേറ്റിൻ്റെയും ഒരു മിക്സ്ചർ ഫോം ചെയ്യുന്നതുകൊണ്ടാണ്. തേർഡ് നമ്മൾ പഠിച്ചു മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗീവ്സ് മെഗ്നീഷ്യം ഓക്സൈഡ്. ഇതിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും മെറ്റൽസിൻ്റെ റിയാക്ഷനാണ്. അയൺ, കോപ്പർ, മെഗ്നീഷ്യം ഇത് മൂന്നും മെറ്റൽസാണ്. ഫോർത്ത് സൾഫർ ഒരു നോൺ മെറ്റലാണ്. സൾഫർ പ്ലസ് ഓക്സിജൻ ഗീവ്സ് സൾഫർ ഡൈ ഓക്സൈഡ്. ഈ റിയാക്ഷൻ നമുക്ക് മനസ്സിലായി. മെറ്റൽസും നോൺ മെറ്റൽസും ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഓക്സൈഡ്സ് ഫോം ചെയ്യും. പിന്നെ നമ്മൾ പഠിച്ചത് മെറ്റാലിക് ഓക്സൈഡ്സിൻ്റെയും നോൺ മെറ്റാലിക് ഓക്സൈഡ്സിൻ്റെയും നേച്ചറിനെ കുറിച്ചായിരുന്നു. അസിഡിക് ആണോ ബേസിക് ആണോ എന്നുള്ളത്. മെറ്റാലിക് ഓക്സൈഡ്സ് ബേസിക് ഇൻ നേച്ചറാണ് നമ്മൾ കണ്ടു. അത് നമുക്ക് മനസ്സിലാവുന്നത് ഇറ്റ് ടേൺസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ അയൺ ഓക്സൈഡിൻ്റെ ഒരു ആക്ടിവിറ്റി പഠിച്ചു. പിന്നെ മറ്റൊരു ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞത് മെഗ്നീഷ്യം ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. അത് ബേസിക് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് റെഡ് ലിറ്റ്മസിനെ അത് ബ്ലൂ ആക്കി മാറ്റും. നെക്സ്റ്റ് നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആസിഡിക് ആണെന്ന് മനസ്സിലായി. അത് നമ്മളൊരു ആക്ടിവിറ്റി പഠിച്ചു. ആ ആക്ടിവിറ്റി സൾഫർ ബേൺ ചെയ്യുമ്പോൾ സൾഫർ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. അതിൽ വാട്ടർ ആഡ് ചെയ്ത് ഇന്ന സമയത്ത് അത് സൾഫറസ് ആസിഡായി മാറുന്നു. അത് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നു. അതുകൊണ്ട് തന്നെ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് അസിഡിക് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. നോൺ മെറ്റാലിക് ഓക്സൈഡ്സിന് എക്സാമ്പിൾ സൾഫർ ഡൈ ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആണ്. ഇനിയുള്ള സെക്ഷൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.